കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ നിക്ഷേപങ്ങളുടെ വിശദാംശങ്ങൾ തേടി ജയ്ഹിന്ദ് ചാനലിന് CBI നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഡി.കെ. ശിവകുമാറിനെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് നടപടി. ഡി.കെ. ശിവകുമാറിനും കുടുംബത്തിനും ചാനലിലുള്ള നിക്ഷേപത്തിന്റെ വിവരങ്ങൾ തേടിയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. CBIയുടെ ബാംഗ്ലൂരു യൂണിറ്റാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ജനുവരി 11 മുമ്പായി നേരിട്ട് ഹാജരായി ആവശ്യമായ രേഖകൾ കൈമാറണമെന്നാണ് ജയ്ഹിന്ദ് കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് MD-യോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജയ്ഹിന്ദ് TV ഡി.കെ. ശിവകുമാർ ഇതുവരെ നിക്ഷേപിച്ച പണത്തിന്റെ രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. CRPC-യുടെ 91-ാം വകുപ്പ് പ്രകാരം ഡി.കെ. ശിവകുമാറിനും ഭാര്യ ഉഷ ശിവകുമാറിനും ചാനലിൽ നടത്തിയ നിക്ഷേപങ്ങളും അവർക്ക് നൽകിയ ലാഭവിഹിതവും ഇടപാട് രേഖകളും സാമ്പത്തിക ഇടപാട് രേഖകളും ബാങ്ക് വിശദാംശങ്ങളും ഓഹരി ഇടപാട് വിവരങ്ങളും അടക്കം CBIക്ക് ചാനൽ കൈമാറണം. CRPC 91-ാം വകുപ്പ് പ്രകാരം കേസിൽ ആവശ്യമായ രേഖകൾ വിളിച്ചുവരുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. ശിവകുമാറിന്റെ മകനും മറ്റു കുടുംബാംഗങ്ങൾക്കും ചാനൽ നടത്തിയ നിക്ഷേപങ്ങളും CBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. CBI നോട്ടീസ് ലഭിച്ചതായി ജയ്ഹിന്ദ് MD BS ഷിജു PTIയോട് സ്ഥിരീകരിച്ചിരുന്നു. ഏജൻസി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും റെക്കോർഡുകളും കൈമാറും. കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാരം വ്യക്തമാക്കുന്നതാണ് CBIയുടെ നോട്ടീസ് എന്നും ഷിജു പ്രതികരിച്ചു. ക്രമക്കേടുകളൊന്നും കണ്ടെത്താതെ കർണാടകയിലെ മുൻ BJP സർക്കാർ അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസാണിത്. വീണ്ടും കേസ് കുത്തിപ്പൊക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിനെയും നേതാക്കളെയും പീഡിപ്പിക്കാനും താറടിക്കാനുമുള്ള നടപടിയാണെന്നും ഷിജു വാർത്താ ഏജൻസിയോട് പറഞ്ഞു. 2020-ലാണ് CBI ശിവകുമാറിനെതിരെ കേസെടുത്തത്. മുൻ BJP സർക്കാരാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസ് CBIക്ക് കൈമാറിയത്. 2013 ഏപ്രിൽ 1 മുതൽ 2018 ഏപ്രിൽ 30 വരെ ശിവകുമാറും കുടുംബാംഗങ്ങളും 74.93 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നാണ് കേസ്. 2017-ൽ നടന്ന റെയ്ഡിനെ തുടർന്ന് ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായിരുന്നു CBIയുടെയും കേസ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.